ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് ഇന്ത്യൻ റെയിൽവേ കീഴിൽ വരുന്ന DFCCIയിൽ വരുന്ന ജോലികൾ നിങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ടാണ്. മാസം 1,60,000 രൂപ വരെ ശമ്പളം ലഭിക്കുന്ന ജോലിയാണിത്. അതിനാൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ അവസാനം കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് ദി വീഡിയോ. അപ്പോൾ ഫ്രണ്ട്സ്, സ്ഥാപനത്തിൻ്റെ പേര് ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. അതേപോലെ തസ്തികയുടെ പേര് ജൂനിയർ മാനേജർ ഫിനാൻസ്, എക്സിക്യൂട്ടീവ് സിവിൽ, എക്സിക്യൂട്ടീവ് ഇലക്ട്രിക്കൽ, എക്സിക്യൂട്ടീവ് സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്. ടോട്ടൽ വേക്കൻസി 642. അതേപോലെ ജോലിയുടെ ശമ്പളം 50,000 സ്റ്റാർട്ടിംഗ് ആയിട്ട് പറയുന്നത്. അതേപോലെ 1,60,000 വരെ നിങ്ങൾക്ക് ലഭിക്കാവുന്ന ജോലിയാണിത്. അപേക്ഷിക്കേണ്ട രീതി ഓൺലൈൻ വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. അപേക്ഷ ആരംഭിക്കുന്ന തീയതി ജനുവരി 18 അതേപോലെ അപേക്ഷ അവസാനിക്കുന്ന തീയതി ഫെബ്രുവരി 16. ഓക്കെ, അതേപോലെ ഇതിലേക്ക് വേണ്ട ഒഴിവുകൾ എത്രയാണെന്ന് നോക്കാം. ജൂനിയർ മാനേജർ ഫിനാൻസിലേക്ക് 3 വേക്കൻസിയാണ്. എക്സിക്യൂട്ടീവ് സിവിൽ 36 വേക്കൻസി, എക്സിക്യൂട്ടീവ് ഇലക്ട്രിക്കൽ 64, എക്സിക്യൂട്ടീവ് സിഗ്നൽ ആൻഡ് ടെലികോം 75, MTS വേക്കൻസി 464. അതേപോലെ ഇതിലേക്ക് വരുന്ന ജോലിയുടെ പ്രായപരിധി എത്രയാണെന്ന് നോക്കാം. അടുത്തതായിട്ട് മിനിമം ഏജ് ആയിട്ട് പറയുന്നത് 18 വയസ്സ് തികയണം എന്നുള്ളതാണ്. അതേപോലെ മാക്സിമം ഏജ് ആയിട്ട് പറയുന്നത് 33 വയസ്സാണ്. അതേപോലെ SC/ST വിഭാഗത്തിന് 5 വർഷവും OBC വിഭാഗത്തിന് 3 വർഷവും വയസ്സിന് ഇളവ് നൽകുന്നുണ്ട്. അതേപോലെ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് വിദ്യാഭ്യാസ യോഗ്യതയാണ്. വിദ്യാഭ്യാസ യോഗ്യതയിൽ ജൂനിയർ മാനേജർ ഫിനാൻസിലേക്ക് പാസ് ഇൻ ഫൈനൽ എക്സാമിനേഷൻ CA CMA ആണ് പറയുന്നത്. എക്സിക്യൂട്ടീവ് സിവിലിന് സിവിൽ എഞ്ചിനീയറിംഗ് ആണ് പറയുന്നത്. എക്സിക്യൂട്ടീവ് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, പവർ സപ്ലൈ, ഇൻസ്ട്രുമെൻ്റൽ കൺട്രോൾ, ഇൻഡസ്ട്രിയൽ ഇലക്ട്രോണിക്സ് ആണ് ഡിപ്ലോമ ആയിട്ടാണ് പറയുന്നത്. എക്സിക്യൂട്ടീവ് സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ 3 ഇയർ ഡിപ്ലോമ ആയിട്ടാണ് പറയുന്നത്. അതിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് പറഞ്ഞതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ്. അതേപോലെ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിന് MTS വിഭാഗത്തിന് മെട്രിക്കുലേഷനാണ് പറയുന്നത്. മെട്രിക്കുലേഷൻ പ്ലസ് മിനിമം 1 ഇയർ ഡ്യൂറേഷൻ കോഴ്സ് കംപ്ലീറ്റഡ് ആക്ട് അപ്രന്റീസ്ഷിപ്പ്. ഓക്കെ, ITI അപ്രൂവ്ഡ് ബൈ NCVT SCVT വിത്ത് നോട്ട് ലെസ് ദാൻ 16% മാർക്ക് ഇൻ ITI. ഓക്കെ, ഇതാണ് ഇത് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത്. അതേപോലെ ഇതിലേക്ക് വേണ്ട അപേക്ഷാ ഫീസ് എത്രയാണ് എന്നുള്ളതാണ് അടുത്തതായിട്ട് പറയുന്നത്. എക്സിക്യൂട്ടീവ് വിഭാഗത്തിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് 1000 രൂപയാണ് ഫീസായിട്ട് പറയുന്നത്. MTS വിഭാഗത്തിന് 500 രൂപയും, SC/ST PH ESM വിഭാഗത്തിന് ഫീസ് ഇളവ് നൽകുന്നുണ്ട്. അതേപോലെ പേയ്മെൻറ്റ് മോഡ് ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടതും പേയ്മെൻറ്റ് അടയ്ക്കേണ്ടതും. അപ്പോൾ ഇത്രയാണ് ഇതിലേക്ക് പറയുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടുന്നതായിരുന്നു. അടുത്ത വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.